ആരെയും കാണുന്നില്ലല്ലോ. പുറത്ത് ചെരുപ്പ് കിടപ്പുണ്ട്, ആരെങ്കിലും ഉണ്ടാവും അവിടെ. നമ്മളിനി ഇങ്ങോട്ട് വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നാണക്കേടാവോ? ഓ എന്നാ ആവാനായിട്ട്, ഒന്നുമില്ലല്ലോ, ഇച്ചായൻ്റെ വീടല്ലേ ഇത്. നമ്മൾ അധികം നാളൊന്നും നിൽക്കുന്നില്ലല്ലോ, കയറിപ്പോയാൽ 2 മാസം. കുഴപ്പമില്ലല്ലേ? ഒരു കുഴപ്പമില്ല, ഫുൾ കോൺഫിഡൻസിൽ നമ്മളങ്ങ് കയറുന്നു. ഇച്ചായ, ഞാൻ ഈ മുടി ഒന്ന് കുറച്ച് വെട്ടിക്കോട്ടെ. മോളെ, നീ നിന്റെ കയ്യോ കാലോ വെട്ടിക്കോ, മുടിയെ തൊടാൻ ഞാൻ സമ്മതിക്കുകയില്ല. എന്റെ ഇച്ചായ എന്നാ പാടാന്നറിയോ ഇതും വെച്ചോണ്ട് നടക്കാൻ, എന്നാ ചൂടാ. മോളെ, എനിക്ക് ഇത്ര ആലോചന വന്നിട്ടും ഞാൻ നിന്നെ തന്നെ മതി എന്ന് പറഞ്ഞ എന്തുകൊണ്ടാ? നിന്റെ ഈ മുടി കണ്ടിട്ടാ? നിന്റെ വിദ്യാഭ്യാസ യോഗ്യത പോലും ഞാൻ നോക്കിയിട്ടില്ല. ആഹാ, അതെന്നാ വർത്താനാ പറഞ്ഞേ? PG വരെ പഠിച്ച് എനിക്ക് എന്നാ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെന്നായി പറയുന്നേ. ഇച്ചായ ഡിഗ്രി വരെയല്ലേ പഠിച്ചുള്ളൂ? ആ, അതാ പറഞ്ഞത്. ഇത്രയും വിദ്യാഭ്യാസം ഉള്ള നിനക്ക് ഇത്രയും മുടി വേണം? വിദ്യാഭ്യാസം കുറവുള്ള എനിക്ക് ഇത്രയും മതി. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. അമ്മേ അമ്മേ, പിച്ചക്കാരാന്നാ തോന്നുന്നേ. എടി, 1 രൂപ കൂടുതൽ കൊടുക്കണ്ട കേട്ടോ. ആ, ആഹാ വന്നോ? ദേ അമ്മച്ചി, അനുഗ്രഹം എനിക്ക്. ഓ നിങ്ങളല്ല, മോള് മാത്രം നന്നായി വരട്ടെ. ഇച്ചാൻ്റെ ഒരു നാണം, വാ കേറി വാ. ആ, നിങ്ങളായിരുന്നോ? ഇച്ചായൻ ഇപ്പൊ പറഞ്ഞേ ഉള്ളൂ. ശബ്ദം കേട്ടപ്പോഴേ ഇച്ചായൻ പറഞ്ഞു നിങ്ങളായിരിക്കുമെന്ന്. എന്നാ ഉണ്ടോ വിശേഷങ്ങളൊക്കെ? ആ ചേട്ടായി, ആ ഇങ്ങനെയൊക്കെ പോകുന്നു. ആ, ചേച്ചി, കൊച്ചുങ്ങൾ എന്തേ കണ്ടില്ലല്ലോ? ഓ, അവരെ ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടാക്കി. 2 മാസം അവധിയല്ലേ. സമാധാനം. ഇപ്പോഴും ഇങ്ങനെ എഴുതി കൊടുക്കുവാണല്ലേ? അവിടെയൊക്കെ ലുലുവിലെ ഓഫർ വരുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചങ്ങ് പോയി മേടിക്കും, അതാ ലാഭം. ഹാ, ഞങ്ങൾക്ക് ഇത് എഴുതി വാട്സാപ്പിൽ ഒരു ഫോട്ടോ ഇട്ട് കൊടുത്താ ഇപ്പൊ ഓട്ടോയിൽ സാധനം കിട്ടും. ആഹാ, അങ്ങനെയാണോ? ഓ, ചൂടൊക്കെ അല്ലേ, കുറച്ച് ഫ്രൂട്ട്സ് കഴിക്കാൻ നല്ലതാ. കുറച്ച് പൊമഗ്രാനൈറ്റ്, ആപ്പിൾ, ഓറഞ്ച്, മുന്തിരി എല്ലാം മേടിച്ചോ. ഈ ഫ്രൂട്ട്സ് ഒക്കെ എൻ്റെ അനിയനാണെങ്കിലും ബൈക്ക് എടുത്തുകൊണ്ട് പോയി മേടിക്കാനുള്ളതേ ഉള്ളൂ. ബൈക്കേ പോവാന്ന് വെച്ചാ ഇച്ചായന്റെ കാര്യം പോട്ടെ, ഈ ഫ്രൂട്ട്സിനൊക്കെ ചൂട് തട്ടിയാൽ പിന്നെ ചീത്തയാവത്തില്ലേ? ഇതിപ്പോ ഓട്ടോറിക്ഷ സാധനം വീട്ടിൽ വരത്തില്ലേ? എഴുത്. ടൗണിലേക്കാളും ചൂട് കുറവ് ഇവിടെ തന്നെയാ അല്ലേ അമ്മേ? എൻ്റെ അമ്മ എത്ര ആളായി ബെനീനും കയ്യിലേക്ക് കൊടുത്തിട്ട്. അവിടെയാണെങ്കിൽ അവൾ ഷോർട്സും ബെനീനും അല്ലാതെ വേറൊന്നും ഇരിക്കത്തില്ലെന്നേ. ഒരു കണക്കിന് ഷോർട്സും ബെനീനും തന്നെയാണ് കംഫർട്ടബിൾ. എന്നാലും എൻ്റെ മോനെ നീ എന്നാ പോക്കാടാ പോയത്? എത്ര നാളായി ഇങ്ങോട്ടൊക്കെ വന്നിട്ട്? എൻ്റെ അമ്മ ടൗണിൽ ഒരു ജോലി കിട്ടിയപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. പിന്നെ ഇവിടുത്തെ വിഹിതം മേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാടക കൊടുത്ത് മുടിയുണ്ടല്ലോ എന്ന് ഓർത്തിട്ടാ. ആ വാടക നമുക്കിപ്പോൾ ലോൺ അടഞ്ഞു പോകത്തില്ലേ, അതുകൊണ്ടിപ്പോൾ അത് ലാഭമായില്ലേ. ആ, അങ്ങനെയായിരുന്നോ? ഇവിടെ നാട്ടുകാർ പറഞ്ഞ് നീ ഭാര്യ വീട്ടിൻ്റെ അടുത്തോട്ട് സൗകര്യമായിട്ട് മാറിയെന്നൊക്കെ. എൻ്റെ അമ്മ സത്യം എന്നാ നാട്ടുകാർക്ക് അങ്ങനെ വല്ലതും പറയാം, അവർക്കങ്ങനെ വായത്തൊന്ന് വിളിച്ച് പറഞ്ഞാൽ പോരെ. എന്നാലും എന്നതായിരിക്കും? കാശല്ല, സ്വത്ത്. അതൊക്കെ നേരത്തെ കണക്ക് പറഞ്ഞ് മേടിച്ചുകൊണ്ട് പോയതാണല്ലോ. ഇനി അമ്മയുടെ സ്വർണം വല്ല അടിച്ചു മാറ്റിക്കൊണ്ട് പോകാനാണോ? എൻ്റെ നീ അത്രക്കാരനൊന്നുമല്ല, നീ അനാവശ്യം പറയല്ലേ. നിങ്ങളുടെ അല്ലേ അനിയൻ, അവള് പറഞ്ഞ അവൻ എന്തും ചെയ്യും. എന്നതായിരിക്കും? ഈ ലോകത്ത് ദൈവം മനുഷ്യന് നൽകിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്നറിയാം? ആ, ഭാര്യ അല്ല, AC. എന്നാ സുഖമല്ലേ? എന്നാ ഇച്ചായ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നായിരുന്നേ? അതിന് വേനലൊക്കെ ഇങ്ങോട്ട് വരണ്ടേ?
വേനലൊക്കെ അങ്ങ് കടുക്കുക, വെള്ളം തീരാറായി. ഓ വേനലൊന്നും നമുക്ക് വിഷയമല്ലേ ചേച്ചി, നമ്മുടെ വീട്ടിൽ AC ഉണ്ടല്ലോ. ആഹാഹാഹാ. നേരത്തെ നിങ്ങൾക്ക് ഇവിടുന്ന് പ്രൈവസി ഇല്ലാന്നും പറഞ്ഞ് വീതവും വാങ്ങിച്ച് അടിയും ഉണ്ടാക്കി പോയതല്ലേ. ഇപ്പൊ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ശരിക്കും ഞങ്ങൾ ടൗണിൽ പോയി ഒറ്റപ്പെട്ട് ജീവിച്ചപ്പോഴാണ് ചേച്ചി മനസ്സിലായത് ഈ സ്നേഹത്തിനും ബന്ധത്തിനൊക്കെ ഒരുപാട് ആഴമുണ്ടെന്ന്. അല്ലാതെ AC-യിൽ കിടക്കാൻ വന്നതല്ല. ഓഹോ, അതാണല്ലേ ഇവിടെ 2 അട്ടിപ്പേർ കിടക്കുന്നത്. അതെ, ഇവിടെ ആകുമ്പോഴത്തേക്കിനും അവർ AC കിടക്കുകയും ചെയ്യുക, അവർക്ക് കറണ്ട് ബില്ല് കൊടുക്കുകയും വേണ്ട. അവരുടെ വീട്ടിലാണെങ്കിൽ അവർ AC വെക്കത്തുമില്ല, അപ്പൊ കറണ്ട് ബില്ല് വേണ്ടക്കിടല്ലോ. ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യും? നമ്മൾ ഇനി ഈ കാര്യം പറഞ്ഞാലും അമ്മ സെന്റിമെന്റ്സ് കൊണ്ട് അവരെ ഇനി വിടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് ഇനി കടുത്ത പ്രയോഗം തന്നെ നടത്തണം. എല്ലാം കൊട്ടേഷൻ കൊടുക്കാനാണോ? അതിനേക്കാൾ ഭീകര ഒരു ഐറ്റം ഞാൻ ഇറക്കാൻ പോവാ. എന്ത്? നമ്മുടെ മക്കളെ. അത്രയ്ക്ക് വേണോ? വേണം. എടാ പെട്ടെന്ന് വാടാ, അമ്മ നമുക്ക് എന്താണ്ട് വെച്ചിട്ടുണ്ട് അവിടെ. നിങ്ങൾ അനുഭവിച്ചാലും എനിക്ക് ഇത്രയും കല്യാണ മാസം മാസം പോയി അതിന് ഞാൻ പെണ്ണിന്റെ വിദ്യാഭ്യാസ യോഗ്യതയിൽ പോകുന്ന കണ്ടിട്ട് ആണ് അവള് ഷോർട്സും വേനലൊക്കെ അങ്ങനെ ആവണ്ടേ. ഒന്ന് കട്ട് ചെയ്തടാ. പണ്ട് ഞാൻ ഓർത്തത് എന്ത് ചിരിയാത്. അതാണല്ലേ ഇവിടെ അട്ടിപ്പേർ കിടക്കുന്നത് 2. ഇവിടെ ആവുമ്പോഴത്തേക്ക് അതാണല്ലേ ഇവിടെ 2 അട്ടിപ്പേർ കിടക്കുന്നത്. ഒന്ന് ഓടി വാ, ഇതെന്ത് കഷ്ടമാണിത്. ഭീകരമായ ഒരു ഐറ്റം. ഡാൻസ് കളിക്കുവാണോ? ഈ മുഖത്തെ നോക്കാണ്.